ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 32-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. യദർച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തി യുദ്ധമീദൃശം. 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ പാർത്ഥ, യാദൃച്ഛികമായി ഇതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്നത് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായ അനുഭവമാണ്. കാരണം സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് അറിയുക. പൊരുതുന്നത് കൊണ്ട് താനൊരു നന്മയും കാണുന്നില്ലെന്നും അത് നരക ജീവിതത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ അർജുനന്റെ നിലപാടിനെ ലോകോത്തമ ഗുരുവെന്ന നിലയിൽ ഭഗവാൻ തള്ളിക്കളയുകയാണ്. പാർത്ഥന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നത്. ഒരു ക്ഷത്രിയന് യുദ്ധരംഗത്ത് അഹിംസാ തൽപര നിൽക്കുക സാധ്യമല്ല. വ്യാസപിതാവായ പരാശര മഹർഷി പരാശര സ്മൃതിയിൽ ഇപ്രകാരം പറയുന്നു: ക്ഷത്രിയന്റെ ധർമ്മം പ്രജകളെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. അപ്രകാരം ശത്രുക്കളുടെ സൈന്യബലത്തെ ജയിച്ച് മതപ്രമാണങ്ങളെ മുൻനിർത്തി ലോകം ഭരിക്കണം. അങ്ങനെ ഏതുവിധം ആലോചിച്ചാലും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നല്ലതല്ല. ശത്രുക്കളെ ജയിച്ചാൽ നാട് വാഴുകയും ധർമ്മം നിലനിർത്തുകയും ചെയ്യാം. മരിച്ചാൽ സ്വർഗം പ്രാപിക്കാം. ഭഗവാൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. നമസ്തേ. 33-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ